എല്ലാവർക്കും നമസ്കാരം. സ്ത്രീകളിൽ സാധാരണയായിട്ട് കാണുന്ന അതുപോലെ തന്നെ അവർ പറയാൻ മടിക്കുന്നതായിട്ടുള്ളൊരു പ്രശ്നമാണ് വജനൽ ഡിസ്ചാർജ് അല്ലെങ്കിൽ അസ്ഥി ഉരുക്കം, വെള്ളപ്പോക്ക് എന്നൊക്കെ പറയുന്ന അവസ്ഥ. എന്താണ് ശരിക്കും ഈ അസ്ഥി ഉരുക്കം അല്ലെങ്കിൽ വെള്ളപ്പോക്ക് എന്ന് പറയുന്നത്? നമ്മുടെ ശരീരത്തിലുള്ള സ്നേഹാംശം അല്ലെങ്കിൽ സ്നിഗ്ധമായ ഭാഗം ശരീരത്തിൽ നിന്നും യോനിദ്വാരം വഴി പുറത്തേക്ക് പോകുന്നതിനെയാണ് വെള്ളപ്പോക്ക് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് ഒരു പീരീഡ്സിന് ഒരു 3-4 ദിവസം മുന്നേ അല്ലെങ്കിൽ പീരീഡ്സ് കഴിഞ്ഞ് ഒരു 3-4 ദിവസത്തേക്കോ അല്ലെങ്കിൽ ഓവുലേഷൻ ടൈമിലൊക്കെ വജനൽ ഡിസ്ചാർജ് ഉണ്ടാവാറുണ്ട്. അത് സാധാരണയാണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു വജനൽ ഡിസ്ചാർജ് ഉണ്ടാവുന്നത്. ആ ഡിസ്ചാർജ് ഒരു ക്ലിയർ, ഒരു ഫ്ലൂയിഡ്, പ്ലെയിൻ ആയിട്ടുള്ള കളറൊന്നും ഇല്ലാത്തൊരു ഫ്ലൂയിഡ് ആയിരിക്കും. ഇനി അതല്ലാതെ പീരീഡ്സ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പീരീഡ്സ് വരെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും വജൈനൽ ഡിസ്ചാർജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു അസുഖമായിട്ട് കണക്കാക്കാം. സാധാരണയായിട്ട് ഒരു ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഒരു വൈറ്റ് ക്ലിയർ തിൻ ഡിസ്ചാർജ് ആണ് ഉണ്ടാവുക, വിത്തൗട്ട് എനി സ്മെൽ. പിന്നെ അതൊരു മിൽക്കി വൈറ്റ് തിക്ക് ഡിസ്ചാർജ് ആയിട്ട് മാറാറുണ്ട്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരു യെല്ലോ കളറിലേക്ക് അത് മാറും. പിന്നെ കുറച്ചും കഴിയുമ്പോൾ കുറച്ചും കൂടി ഡാർക്കർ കളറിലേക്ക് മാറാറുണ്ട്. അത് ലാസ്റ്റ് ആകുമ്പോഴേക്കാണ് അവിടെ ഇൻഫെക്ഷൻസ് ഉണ്ടാകുകയും അതുപോലെ വജൈനൽ ഇച്ചിങ്ങും ബേണിംഗ് സെൻസേഷനൊക്കെ കാണാറുണ്ട്, ഫൗൾ സ്മെല്ലും ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ഈ അസുഖത്തിൻ്റെ ഓരോ സ്റ്റേജ് വൈസ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ്. ഇനി ഈ വെള്ളപ്പോക്കിൽ കാണുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടും കാണുന്നതാണ് ലോ ബാക്ക് ഏക്ക്, അതുപോലെ തന്നെ അടിവയറ്റിലെ വേദന തോന്നാം, നെഞ്ചെരിച്ചിൽ ഉണ്ടാവാറുണ്ട്, തലവേദന ഉണ്ടാവാറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിലുള്ള സ്നേഹാംശമാണ് ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഡ്രൈനെസ് കാണാറുണ്ട്, ഫേസിലൊക്കെ ഭയങ്കര ഡള്ളായി തോന്നുക, കണ്ണിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഡാർക്ക്നെസ് തോന്നുക, അതുപോലെ ധാരാളം, അതായത് നല്ല രീതിയിലുള്ള മുടികൊഴിച്ചിൽ ഉണ്ടാവുക, തലവേദന ഉണ്ടാവുക. ഇതൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ശരീരം മൊത്തം ചൂട് പോലെ തോന്നിക്കുക, അതുപോലെ തലകറക്കം ഉണ്ടാവുക. കൂടാതെ ഈ വെള്ളപ്പോക്കുള്ള പേഷ്യൻസിൽ കൂടുതൽ ആൾക്കാരിലും ഹിമോഗ്ലോബിൻ കണ്ടന്റ് കുറവായിട്ട് കാണാറുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിലുള്ള ലക്ഷണങ്ങൾ. ഇനി ഇങ്ങനെയുള്ള ആൾക്കാർ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കഴിക്കണമെന്ന് നോക്കാം. നമ്മൾ സ്നേഹാംശം കുറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ വെള്ളത്തിൻ്റെ അംശത്തിൻ്റെ ആവശ്യമുണ്ട്. ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പം ഒരു ചെയ്തതിന് ശേഷം 1 അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ള ശീലം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്ത ശേഷം ആ ഒരു ഏരിയ കഴുകി വൃത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചൂടുവെള്ളം ആണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അതുപോലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ധാരാളം കഴിക്കുക. കൂടുതലും വെള്ളരിക്ക, കക്കിരിക്ക പോലെയുള്ള വെജിറ്റബിൾസ്, വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള വെജിറ്റബിൾസ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ഷുഗർ കെയിൻ ജ്യൂസ് അല്ലെങ്കിൽ ഇളനീര്, ഇതൊക്കെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ വൈറ്റ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞതൊരു കാലക്രമേണ ചികിത്സിക്കാതെ നമ്മൾ കൊണ്ടുപോയാൽ ഇൻഫെർട്ടിലിറ്റി പോലെയുള്ള കേസസ് വരാനുള്ള ചാൻസസും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു ലക്ഷണങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ വൈദ്യസഹായം തേടാൻ വേണ്ടി ശ്രദ്ധിക്കുക. താങ്ക് യു.